പാലക്കാട് പുതുശ്ശേരി മറുവക്കാട് കനത്ത ചൂടിൽ കുളത്തിലെ വളർത്തുമീനുകൾ ചത്തുപൊങ്ങി. മറുവക്കാട് സുമതി മുരളീധരന്റെ മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയത്. നടുത്തറ പ്രകാശിന്റെ ഉടമസ്ഥതയിലുള്ള കുളം ഇവർ പാട്ടത്തിനെടുത്ത് മത്സ്യകൃഷി നടത്തുകയായിരുന്നു. ഗോകുൽ VS വിവരങ്ങളുമായിട്ടുണ്ട്. ഗോകുൽ, പാട്ടത്തിന് കുളമെടുത്ത് മത്സ്യകൃഷി നടത്തുന്ന കർഷകനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര വലിയ നഷ്ടമാണ്. അതിനപ്പുറത്തേക്ക് മീനുകൾ ഇങ്ങനെ കുളത്തിൽ നിന്ന് ചത്തുപൊങ്ങുന്ന മാത്രം ഇത്രയും ചൂടാണ് പാലക്കാട് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് മറ്റൊരു വിഷയം. കുറച്ച് ദിവസമായി 40 ഡിഗ്രിയോട് അടുപ്പിച്ചാണ് പാലക്കാട്ടെ ചൂട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് പുതുശ്ശേരിയിലാണ് ഇവിടെ മീനിനെ വളർത്തുകയാണ്. ഈ വളർത്തു മീനുകളൊക്കെ തന്നെ കൂട്ടത്തോടെ ചത്തുപൊന്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പാട്ടത്തിനെടുത്താണ് ഇവർ ഈ കൃഷി നടത്തിയിരുന്നത്. അതിൽ സുമതി എന്ന് പറയുന്ന ചേച്ചിയാണെങ്കിൽ പല കുറി മികച്ച മത്സ്യ കർഷകയ്ക്കുള്ള അവാർഡ് നേടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ എന്താണ് ചേച്ചി ഇത് എന്നാണ് ഉണ്ടായത്? എന്താ സംഭവിച്ചത്? 2-3 ദിവസമായിട്ട് കുറച്ചായിട്ടുണ്ട്. ഇന്നലെയാണ് കൂടുതൽ ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോഴാണ് കൂടുതൽ ചത്തുവാങ്ങിയിരിക്കുന്നത്. പിന്നെ അന്ന് കുറേ ചണ്ടിയൊക്കെ വാരി, ആളെ വിട്ട് കുറേ ചണ്ടിയൊക്കെ വാരിയപ്പോൾ ഒരു 10-30 കിലോ കിട്ടി. പിന്നെ ഇന്നലെയാണ് വൈകിട്ടാണ് നിറയെ ഇങ്ങനെ ചത്തുപൊന്താൻ കാരണം. പിന്നെ ഇപ്പോൾ പരിസരവാസികളുടെ ദുഃഖങ്ങളും നമ്മൾ സ്മെല്ല് വരുമ്പോൾ അവരുടെ പറച്ചിലെല്ലാം നമ്മൾ കേൾക്കണമല്ലോ. നമ്മുടെ മുതലും പോയത് പുറമെ പരിസരവാസികളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധങ്ങൾ പുറമെ ഇനിയിപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് എടുത്തു മാറ്റണമെന്ന് നല്ലൊരു സംഖ്യയാവും. അങ്ങ് ചുരുങ്ങിയതൊരു ചുരുക്കത്തിൽ പറയുകയാണ്, ഒരു 1.5 ലക്ഷം മേലെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ചുരുക്കത്തിലാണ് പറയണത്. ഇനിയിപ്പോൾ ഇതെല്ലാം എടുത്തു മാറ്റി ഞങ്ങൾ വേറെ സംസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു ചെലവ് സംഖ്യ ആവും. അതെ, പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടിയാണ്. ഇത്ര കൊല്ലം ഇങ്ങനെ വന്നിട്ടില്ല. ഇവിടെ ഈ കുളത്തിൽ സംഭവിച്ചിട്ടില്ല. അവര് ഈ വെള്ളം കൊണ്ടുപോയിട്ട് പിടിക്കലൊക്കെ ചെയ്തിട്ടുണ്ട്. 2 കൊല്ലം മുമ്പ് എൻ്റെ വീട്ടിന്റെ മുൻവശത്ത് ഒരു 60 സെന്റ് കുളത്തിൽ ഇങ്ങനെ സംഭവിച്ചു. വെള്ളം മാറ്റാൻ പറയുകയാണ്. വെള്ളം മാറ്റാന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കേസാണ്. എങ്കിലും ഇപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൻ്റെ അത് ചെറിയൊരു സ്ഥലമുണ്ടല്ലോ, അപ്പോൾ അതിനെ റീസർക്കുലേഷൻ ചെയ്യും ഞാൻ. ഇവിടെ അത് കഴിയില്ല. നമ്മൾ പാട്ടത്തിനെടുത്ത കൃഷി, പിന്നെ അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇല്ല. നല്ല കുളമാണ്. പിന്നെ സൗകര്യങ്ങളൊന്നും ഇവിടെ അതിനനുസരിച്ചുള്ള സൗകര്യം മോട്ടറൊന്നും ഇല്ല. അധികൃതരാരെങ്കിലും എത്തിയോ? ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു കോർഡിനേറ്റർ വന്നിട്ടുണ്ടായിരുന്നു. അവരിപ്പോ പോയി അങ്ങോട്ട്. ഒരാളും ചെയ്തിട്ടില്ല. ഞാൻ വാർഡ് മെമ്പറെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പഞ്ചായത്തിൽ നിന്ന് ഇതൊന്നും കിട്ടില്ല. ഇത് മാറ്റാനോ പിടിക്കാനോ അതിനുള്ള ചെലവിലേക്കുള്ള പഞ്ചായത്തിൽ നിന്ന് കിട്ടില്ല. പിന്നെ ഈ കമ്പനികൾ ഏതെങ്കിലും സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ അത് മാത്രമേ പറ്റുള്ളൂ. ഗവൺമെന്റ് കുളമാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് സെക്രട്ടറി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ മത്സ്യഫെഡിന്റെ സെക്രട്ടറി വിളിച്ചിട്ടുണ്ടായിരുന്നു. പേര് ഞാൻ ചോദിച്ചില്ല. വേണ്ട സൗകര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അയാൾ. അപ്പോഴാണ് എന്നെ വിളിക്കണത്. നമ്പർ ആര് കൊടുത്തു എന്നുള്ള അറിയില്ല. അപ്പോഴാണ് പറയുന്നത് വേണ്ട സൗകര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവര്. ഏതായാലും ഈ ഒരു വലിയ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. കാരണം ഈ നിറച്ച ചണ്ടി മൂടിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇതിനിടയിലാണ് മീനുകൾ ഇങ്ങനെ ചത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം വരുന്നത്. വലിയ ചൂടാണ്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഓക്സിജന്റെ ഒരു കാര്യമായിട്ടുള്ള കാര്യമാണ്. ഇത് എത്ര സെന്റിലുള്ള കുളമാണ്? എത്ര രൂപയുടെ നാശനഷ്ടം ഉണ്ടാകും ഇവർക്ക്? ഏകദേശം ഒരു 1.5 ലക്ഷം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഏകദേശം ഒരു 1.5 ലക്ഷം. അതൊരു ഏകദേശ കണക്കാണ്. അതിനപ്പുറത്തേക്കുള്ള കണക്കുകൾ പിന്നീട് ഇത് മാറ്റി, ചണ്ടി മാറ്റി, അതോടൊപ്പം തന്നെ മീനിനെയൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുമ്പോൾ അതിലും കൂടുതൽ തുക വരുമെന്നാണ് പറയുന്നത്. ചേട്ടാ, ഇത് ഈ ചണ്ടിയൊക്കെ മാറ്റി ഈ മീനിനെ മാറ്റുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ പ്രദേശം ഈ ചൊറിച്ചലും കൂടുതലാണ്. ചളികളും ഇതൊക്കെ ആയിട്ടുള്ള ചൊറിച്ചലാണ്. പിന്നെ ആരും ഇതുങ്ങളുടെ പണിക്ക് വിളിച്ചാൽ വരാറില്ല. എന്താ പറയുക, ഈ ചണ്ടികൾ ഈ ചൊറിച്ചലും ഈ മാറ്റലും ചളികളിൽ പേരും ആരും വരില്ലല്ലോ. എല്ലാം ഭയങ്കര പ്രശ്നമാണ്. പിന്നെ പിന്നെ നമ്മൾ എന്തായാലും ചെയ്യുന്നവർ വേറെ പണികൾ അറിയാത്തതുകൊണ്ട് ഈ പണി ചെയ്യുന്നത് മാത്രം. അപ്പൊ 4-5 പേര് പണിക്ക് വിളിച്ചു. അന്ന് 5 പേര്. ഇത് വലിയ ബുദ്ധിമുട്ട് കൂടിയാണ് ഇത് മാറ്റുക എന്നുള്ളത്. കാരണം ഭയങ്കര ചെളിയാണ്, അതോടൊപ്പം തന്നെ ചേറാണ്, അതോടൊപ്പം തന്നെ ഇതൊക്കെ മാറ്റുക
എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പണിക്കാർ പലരും വരാറില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഏതൊരു വലിയൊരു കുളമാണിത്. ഈ കുളത്തിലാണ് ഇങ്ങനെ മീനുകൾ കൂട്ടത്തോടെ ചത്തു പോകുന്നത്. ഏകദേശം 1 ലക്ഷം രൂപയിലധികം വരുന്ന നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഇവർ പറയുന്നത്. ഗോകുല, മറ്റൊരു കാര്യം, അത്രമാത്രം ചൂടാണോ? അതായത് ഇങ്ങനെ മീനുകൾ ചൂടിൽ ചത്തു പൊങ്ങുന്നത് സാധാരണ മുൻ വർഷങ്ങളിലൊക്കെ സംഭവിക്കുന്ന കാര്യമാണോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്ന ഒരു കാര്യം? പാലക്കാട് ചൂട് എങ്ങനെയുണ്ട് ഇപ്പോൾ? അതായത് ചൂട് കൂടുമ്പോൾ സ്വാഭാവികമായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം വെള്ളം കൂടുമ്പോൾ അല്ലെങ്കിൽ വെള്ളത്തിൽ ഇങ്ങനെ ഓക്സിജന്റെ അളവ് കുറയുന്നു, മീനുകൾക്ക് ശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിലൊരു പ്രതിവിധിയായി ഫിഷറീസ് വകുപ്പൊക്കെ പറയുന്നത് വെള്ളം മാറ്റുക എന്നുള്ളതാണ്. മത്സ്യകൃഷി നടത്തുന്ന സ്ഥലങ്ങളിൽ വെള്ളം മാറ്റുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ വെള്ളത്തിനൊരു ഒഴുക്കുണ്ടാവുക എന്നുള്ളതൊക്കെയാണ്. പക്ഷെ അത് ഈ സ്ഥലത്ത് അത് പ്രായോഗികമല്ല. എങ്കിലും ഇതിനു മുൻപൊന്നും തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അവസ്ഥ വരുന്നത്. ചേച്ചി, ഇതിനു മുൻപ് ഏതെങ്കിലും തരത്തിൽ ഇവിടെയോ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? ഞങ്ങളുടെ കുളത്തിൽ, സ്വന്തം കുളത്തിലുണ്ടായിരുന്നു. അത് ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ഒരു 5-6 കിലോയ്ക്ക് വന്നുള്ളൂ. പിന്നെ അവർ ഫിഷറീസ് എന്നവർ വന്നിട്ട് വെള്ളമൊക്കെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയൺ കണ്ടന്റ് കൂടുതലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പ്ലാൻ ചെയ്ത് എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ പ്ലാൻ ചെയ്തു റീസർക്കുലേഷൻ. അതായത് ഈ വെള്ളം ഇതിൽക്ക് തന്നെ കൂട്ടുക, അപ്പൊ ഓക്സിജൻ കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്തപ്പോ ഇപ്പൊ കൊല്ലം അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. 2 കൊല്ലമായിട്ട് ആ പ്രശ്നം വന്നിട്ടില്ല. ഇതാണ് ഒരു വഴിയുള്ളത്. പക്ഷെ അത് ഈ കുളത്തിൽ ചെയ്യുക എന്നുള്ളത് പ്രായോഗികമല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ശരി, ഗോകുൽ VS ആണ് വിവരങ്ങൾ നൽകുന്നത്. നോക്കൂ എത്രമാത്രം മീനുകളാണ് ചത്തു പൊങ്ങിയിരിക്കുന്നതെന്ന്. അത് ആ കുടുംബം അവരൊരു പുതിയ മാർഗം, അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി തേടിയിരുന്ന മാർഗമാണ്. ഈ മീനുകളൊക്കെ 1.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടെന്ന് ഇപ്പോൾ പറയുന്നു. പക്ഷേ മത്സ്യഫെഡ് അവിടെ എത്രയും പെട്ടെന്ന് ഇടപെട്ടു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. നേരിട്ട് പരാതി കൊടുത്തിട്ടല്ല, അല്ലാതെ തന്നെ ഇങ്ങോട്ട് വിളിച്ചു വാർത്ത കണ്ടിട്ടാകണമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളത് ആശാവഹമാണ്. പെട്ടെന്ന് ഇവർക്ക് നഷ്ടപരിഹാരത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന്.